അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാം സുപരിചിതമായ ഡയമണ്ട് കപ്പിൾസിലെ ആൻ മേരിയുടെ ഭർത്താവായിട്ടുള്ള അഖിലിന്റെ വാക്കുകളാണ് ഇതെല്ലാം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് വർണ്ണ അധിക്ഷേപത്തിലൂടെയും ജാതി അധിക്ഷേപത്തിലൂടെയും ഒക്കെ കടന്നുപോയ കപ്പിൾസ് ആണ് ഈ പറഞ്ഞ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻ മേരിക്ക് നേരിടേണ്ടി വന്ന വർണ്ണ വിവേചനം അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ചെയ്തതാണ്. പക്ഷെ അതിനെല്ലാം അവരെ മറികടന്നുകൊണ്ട് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന് ഇവരെ രണ്ടുപേരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതെല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നതിനിടക്കാണ് ആൻ മേരിയുടെ അനിയന്റെ മരണവും സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു മാസത്തോളമായി ഈ ഡയമണ്ട് കപ്പിൾസ് സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. അതിനു മുമ്പ് ഇവർ അത്യാവശ്യം റെഗുലർ ആയി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലായിരുന്നു. അതിനിടക്കാണ് പെട്ടെന്നൊരു ദിവസം വലിയൊരു ബ്രേക്ക് വരെ എടുക്കുന്നത്. അതോടെ ഒരുപാട് ആളുകൾ ഇവരോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് വീഡിയോസ് ഒന്ന് കാണാത്തത് എന്നുള്ള രീതി. അതിനെല്ലാം മറുപടിയായി ആൻ മേരി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഈ പറയുന്ന ആൻ മേരിയുടെ മരിച്ച സഹോദരനായിട്ടുള്ള അലന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ആൻ മേരിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ കാരണമാണ്. നമ്മള് അങ്ങനെ തുടങ്ങിയ ലൈഫ് 4 പേര് അറിഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി. അപ്പൊ നമ്മളെ വീഡിയോ കാണാതെ അവരും വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് ഇവരിപ്പോ ഒന്നും വീഡിയോ ഇടുന്നില്ല. നമുക്കും അത് ആ ഒരു ഇത് കായണം എന്നൊന്നും ആഗ്രഹമില്ല. നമുക്കും ഇനിയും നിറയെ വീഡിയോസ് ചെയ്യണം, ഒന്നും കൂടെ വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം വീണ്ടും റീച്ച് ആവണം. ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. എപ്പോഴും ഒരാൾക്ക് ഹാപ്പിനെസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ലൈഫിൽ. എപ്പോഴും സന്തോഷം മാത്രം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരിക്കില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫുള്ള് ഹോസ്പിറ്റൽ കേസാണ്. അതായത് എപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത കുറച്ച് നാളുകളാണ്. അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മുടെ മക്കള്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതിന്റെ മെയിൻ ഒരു റീസൺ നമ്മുടെ ഹോസ്പിറ്റൽ കേസസ്. ഓക്കെ, അങ്ങനെ ആൻ മേരി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു ഈ പെൺകുട്ടിയും കുടുംബവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോയിക്കൊണ്ടിരുന്നത്. മെയിനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തിനായിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നത്, എന്താണ് പ്രശ്നമെന്നൊന്നും ഇവർ തുറന്നു പറയുന്നില്ല. നല്ല കാര്യം, ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രൈവറ്റ് ആയി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയി തന്നെ സൂക്ഷിക്കണമല്ലോ. എന്തായാലും ഇതായിരുന്നു ആൻ മേരി അവസാനം ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ആൻ മേരിയുടെ അനിയന്റെ മരണം കൂടി സംഭവിക്കുന്നത്. ഓൾറെഡി അവർ ഒരുപാട് മാനസികവും ശാരീരികവുമായ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടത്തിൽ ഇതും കൂടി ആകുന്ന സമയത്ത് എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. പറയുമ്പോൾ ഈ പറയുന്ന ആൻ മേരിയും മരിച്ച സഹോദരനായിട്ടുള്ള അലനും തമ്മിൽ നല്ല രീതിയിൽ ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വേർപിരിയുന്ന സമയത്ത് എങ്ങനെ സഹിക്കുമോ എന്തോ എനിക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും അലൻ മരിച്ച് അലന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആൻ മേരിയുടെ ഒരു ഇരിപ്പുണ്ട്. അത് കണ്ട സമയത്ത് നിങ്ങളെന്നെ ഒന്ന് കണ്ടു നോക്കി. എന്താണല്ലേ പാവം. എന്തായാലും ആൻ മേരിക്കും കുടുംബത്തിനും ഇതൊക്കെ താങ്ങാനുള്ള സഹനശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാനാകൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ആൻ മേരിയുടെ സഹോദരനായിട്ടുള്ള അലന്റെ മരണം. ഇപ്പോഴും അലന്റെ നാടായിട്ടുള്ള പാലക്കാട് മുണ്ടൂരിൽ അലന്റെ മരണവും വൻ വിവാദമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് CPM ഹർത്താൽ വരെ അവിടെ നടന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരാൾ മരണം സംബന്ധിച്ച് ഒരു ദിവസം ഹർത്താലൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ആ മരണത്തിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. തീർച്ചയായും ഇവിടെ അലന്റെ മരണത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് അഡ്രസ് ചെയ്യാനും കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പറയുന്ന അലന്റെ നാടായിട്ടുള്ള മുണ്ടൂരിൽ വൻ രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട്. പലരും ഈ കാട്ടാനകളുടെ ശല്യം കാരണം സ്വന്തം താമസ സ്ഥലത്ത് നിന്നും വീട് വിട്ട് പോകാൻ തുടങ്ങി. കാരണം സ്വന്തം ഊരും കുടിയേക്കാളും വലുതാണല്ലോ ജീവന്. ഏത് സമയം ഇവരുടെ താമസ സ്ഥലം കാട്ടാൻ ആക്രമിച്ചേക്കാം. ആ ലെവലിലായിരുന്നു ആ നാട്ടിലെ ആളുകൾ ജീവിച്ചിരുന്നത്. വലിയ ഭീഷണിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടുത്തുകാർ നേരിട്ടുകൊണ്ടിരുന്നത്. അവസാനം സൈകെട്ടി ഇവർ വനം വകുപ്പിന് നിവേദനം വരെ നൽകി. ഇവിടെ നല്ല രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട്, എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ വനം വകുപ്പ് അത്
കാര്യമാക്കി എടുത്തില്ല. നാട്ടുകാരുടെ കണ്ണിൽ പൊടിടാൻ വേണ്ടി ഇവരെന്താക്കി, ആന ഇറങ്ങുന്ന സ്ഥലം നോക്കി കുറച്ച് വേലി കിട്ടി. അതുകൊണ്ട് എന്ത് കാര്യം, വേലി കിട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആന കാല് പൊക്കുമ്പോഴേക്കും ആ വേലി അങ്ങ് തകരും, അത് വേറെ കാര്യം. എന്തായാലും ആ രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അലൻ ഒരു ദിവസം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത്. സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് കൊല്ലത്തുള്ള സ്ഥാപനത്തിൽ നിന്നും ലീവ് എടുത്തിട്ടാണ് അലൻ നാട്ടിലേക്ക് വരുന്നത്. കൊല്ലത്തെ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അലൻ. അങ്ങനെ നാട്ടിലൊക്കെ വന്ന് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും കൊല്ലത്തേക്ക് തിരിച്ചു പോകാനിരിക്കുകയാണ് അലനും അമ്മയും കൂടി ചേച്ചിയായിട്ടുള്ള ആൻമേരയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ആൻമേരയുടെ വീട്ടിലേക്ക് പോയി തിരിച്ചു മടങ്ങി വരുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് വീട്ടിലേക്ക് ഏകദേശം എത്താറായി. ഒരു 50 മീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് അവരുടെ വീട്ടിനടുത്തുള്ള ഒരു പ്ലാവിൽ നിന്നും ഒരു കാട്ടാന ചക്ക പറിച്ച് ഇറങ്ങി വരുന്നത്. ഈ ആന ചക്ക പറിച്ച് തിരിഞ്ഞതും ഇവരുടെ മുന്നിലാണ് പെട്ടത്. ഇവരാണെങ്കിൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റും അടിച്ചിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഫ്ലാഷ് ലൈറ്റ് എല്ലാം കണ്ടതോട് ആന എന്താക്കി, കുതിരങ്ങ് മുന്നോട്ട് പാഞ്ഞു. ആന പാഞ്ഞു വന്നത് നേരെ ഇവരുടെ മുന്നിലേക്കായിരുന്നു. തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്നത് അലന്റെ അമ്മയായിരുന്നു. അമ്മയെ പിടിച്ചു മാറ്റാൻ വേണ്ടി അലൻ മുന്നിലേക്ക് കയറി. അങ്ങനെ മുന്നിലേക്ക് കയറിയതും ആനയുടെ കൊമ്പ് നേരെ അലന്റെ നെഞ്ചിലേക്ക് തുടച്ചു കയറി. അലന്റെ വാരിലെ പൊട്ടി ഹൃദയത്തിൽ തറച്ചു. ഉടനെ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. അലന്റെ അമ്മയ്ക്കാണെങ്കിൽ നട്ടെല്ലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. എന്തായാലും ഇവരെ കുത്തിയിട്ട് കാട്ടാൻ ഓടിപ്പോയി. അതിനുശേഷം അലന്റെ അമ്മ എന്താക്കി, ഉള്ള ജീവൻ വെച്ചിട്ട് ആൻമാരിയെ വിളിച്ചു. ആൻമാരിയെ മറ്റുള്ളവരെ കാര്യം അറിയിച്ചു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴേക്കും അലൻ മരിച്ചിരുന്നു. അവർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാലും അലനെയും ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ട് നമുക്ക് കണ്ടുനോക്കാം. രാത്രി 7:30ക്കും 8:00നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറേ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 3 കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. പലപ്പോഴും വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും, പടക്കം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും, കയറ്റിവിടും. പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായൊരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അലന്റെ വീടിന്റെ വെറും 50 മീറ്റർ നടന്നാൽ അവർ വീടെത്തുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ റിപ്പോർട്ടറും പറയുന്നത് അല്ലേ. പക്ഷെ അവിടെ മെയിനായിട്ട് എടുത്തു പറഞ്ഞ കാര്യം, ആ നാട്ടിൽ പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അലൻ മരിക്കുന്ന സ്ഥലത്ത് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രവർത്തിച്ചിരുന്നില്ല. ഒരു പക്ഷെ അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അലനും അമ്മയ്ക്കും ദൂരെ വെച്ച് ആനയെ കാണാമായിരുന്നു അല്ലേ. ഒരു മുൻകരുതൽ എന്നോണം ആ സമയത്ത് ആന പോകുന്നത് വരെ അവർക്ക് എവിടെയെങ്കിലും ഒളിക്കാമായിരുന്നു അല്ലേ. അവർക്ക് അതിന് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. ആന തൊട്ട് മുന്നിൽ എത്തിയപ്പോഴാണ് ഇവർ ആനയെ കാണുന്നത്. അതൊരു വൻ വീഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഒരുപാട് മുന്നറിയിപ്പ് നൽകിയിട്ടും വനം വകുപ്പിന് അനാസ്ഥ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ നാട്ടുകാർ തന്നെ വനം വകുപ്പിനോട് പറഞ്ഞ് സൈ കെട്ടിയിരിക്കുകയാണ്. എന്തായാലും അലന്റെ കൂട്ടുകാരും നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അന്ന് കണ്ടു നോക്കാം. അലൻ കൊല്ലത്ത് ജോലി എടുക്കുകയായിരുന്നില്ലേ? അപ്പൊ എന്നാ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തത്? 4-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇവരുടെ അപ്പൻ്റെയും അമ്മയുടെയും. അതിനുവേണ്ടി വൈകുന്നേരം സർപ്രൈസ് ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. ബാക്കിൽ നിന്ന് വന്നിട്ട് ആക്രമിച്ചു. കാരണം ഒരു ഫോൺ ഫ്ലാഷ് അടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഫോൺ ഫ്ലാഷിൽ എന്തായാലും ദൂരമുള്ള ആനയെ നമുക്ക് കാണാനും പറ്റില്ല. പിന്നെ ബാക്കിൽ നിന്ന് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അതാണ് MLA ഒന്നും അവർക്ക് വേണ്ട ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്നാണ് പറയുന്നത് അവർ. ഞങ്ങൾ 4 മാസമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൃഷിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇപ്പോൾ മുണ്ടൂരാണ് താമസിക്കുന്നത്. പലപ്പോഴും രാത്രി 8 മണിക്ക് ശേഷം നമുക്ക് കടയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പം മറ്റുള്ളവരുടെ പണിക്ക് പോകുമ്പം അവർ പറയുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ. രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല. കുരങ്ങ്, ആന, മലയണ്ണാൻ, ഇത് 3ന്റെ ശല്യം കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. വനം വകുപ്പ് എന്താ പറയുന്നത്? ഈ ആനകൾ സ്ഥിരം ഇങ്ങനെ പരിസരത്ത് തമ്പടിക്കും. ഒരു 6 മണിയാകുമ്പോൾ വന്ന് ഈ മലയിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വിടും. അപ്പോൾ ആ ഭാഗത്തുള്ളവർ അവരെ വിളിക്കും.
അടിക്കുമ്പോൾ അവർ ആ ഭാഗത്തുനിന്ന് പൊട്ടിച്ചു. എന്നാലും ഉൾക്കാടിലേക്ക് ഒരിക്കലും ഈ ആന കയറി പോകണില്ല. ഇത് ഇവിടങ്ങൾ വിട്ടു പോകണേ ഇല്ല, അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുക. ഓക്കെ, വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. സ്വന്തം ഊരും വീടും ഉപയോഗിച്ച് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും അലന്റെ മരണത്തെ തുടർന്ന് ഹർത്താലും പ്രതിഷേധവും എല്ലാം നടന്നു. അതിനെല്ലാം ഒടുവിൽ ഗവൺമെന്റ് തന്നെ ഇവർക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടും 1 ലക്ഷം രൂപ ചികിത്സാ ഫണ്ടുമായും അനുവദിച്ചിട്ടുണ്ട്. നല്ല കാര്യം. അതുകൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ അല്ലെ. പക്ഷെ അപ്പോഴും അത് നഷ്ടപ്പെട്ട് ജീവന് പകരമാവില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇനിയെങ്കിലും വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തിനായിരുന്നതെല്ലാം ഒരു ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു. ഇനി മറ്റൊരു ജീവൻ ബലിയാടാകുന്നതിന് മുമ്പെങ്കിലും വനം വകുപ്പ് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.